വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. കുന്നംകുളം ചൊവ്വന്നൂരിൽ പാചകവാതകം ചോർന്നെന്ന സംശയം. ചൊവ്വന്നൂരിൽ പ്രവർത്തിക്കുന്ന അദാനി ഗ്യാസ് പദ്ധതിയുടെ മീറ്റർ റെഗുലേറ്റർ സ്റ്റേഷനിൽ നിന്ന് പാചകവാതകത്തിന്റെ ഗന്ധം ഉയർന്നു. രൂക്ഷഗന്ധം ഉയർന്നതോടെ പരിഭ്രാന്തരായ ജനങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. മേഖലയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. അവിടെ നിന്നൊരു പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. ആദ്യം ആ പ്രതികരണത്തിലേക്ക് കടക്കാം. ഈ കെമിക്കൽ കോമ്പൗണ്ടിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സാച്ചുറേഷൻ ഇഷ്യൂ ഉണ്ടാവും. എനിക്ക് ഇവിടെ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ട്, പെയിൻ വന്നു തുടങ്ങി. ഹാർട്ട് പേഷ്യൻസിന് സാച്ചുറേഷൻ ഇഷ്യൂ 100% ഉറപ്പാണ്. ഇപ്പം മഞ്ഞാണ് കാലാവസ്ഥ, മേലേക്ക് പോകുന്ന ഗ്യാസ് മേലേക്ക് പോകുന്നില്ല, താഴെ നിൽക്കുകയാണ്. ഡൽഹിയിൽ എങ്ങനെയാ സ്മോഗാണ് ഉണ്ടാവുന്നത്, അത് കൂട്ട് തന്നെ ഈ ഗ്യാസ് മേലേക്ക് പോകുന്നില്ല. ഇവർ പറയുന്നു ഈ സാധനം ഇതിന്റെ ഒരു ഓർഡർ മാത്രമാണ്, സ്മെല്ല് മാത്രമാണ്. എന്ത് തന്നെയാണെങ്കിലും ഇത് നല്ലതല്ല. ഇത്തിരി നേരം ആകുമ്പോൾ എനിക്ക് ത്രോട്ട് ഡ്രൈ ആയി തുടങ്ങി. സ്ഥിരമുള്ള ആൾക്കാർക്ക് അത് കുറേശ്ശെ അതിനെ അഡോപ്റ്റ് ചെയ്യും. പയ്യെ ഇതിൻ്റെ ഉള്ളിലുള്ള ലങ്സ് അങ്ങോട്ട് പോയി കിട്ടും. ഹാർട്ട് പേഷ്യൻസിന് എന്തായാലും ഏറ്റവും കുറഞ്ഞത് 3 മാസത്തിന്റെ 6 മാസത്തിന്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങും. ഈ നേരെ കാണുന്ന വീടിന്റെ ഉള്ളിൽ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ 99% നമ്മുടെ നോളജ് വെച്ച് നമുക്ക് കിട്ടുന്ന മണം ഗ്യാസിന്റെയാണ്. ചേട്ടന് ഇവിടെ എല്ലാവർക്കും കിട്ടുന്നത്. അതിന്റെ ഉള്ളിൽ തീ കത്തിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടിത്തരും. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ് ആന്റണി, പ്രതികരണത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം അന്തരീക്ഷത്ത് ഈ രൂക്ഷഗന്ധം ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അത് പ്രദേശവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ബൈറ്റിൽ അല്ലെങ്കിൽ ആ പ്രതികരണത്തിൽ പറയുന്നുണ്ട്, വളരെ പ്രായം ചെന്നവരുണ്ട്, ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ഇവിടെയുണ്ട്, ഞങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാകും എന്നുകൂടി പറയുന്നുണ്ട്. എങ്ങനെയാണ് അനീഷ് ഇപ്പോൾ അവിടുത്തെ നിലവിലുള്ള സാഹചര്യങ്ങൾ? തീർച്ചയായും ഈ പ്രദേശവാസികൾ ആകെ ഭീതിയിലാണ്. കാരണം ഇത് ഗ്യാസിന്റെ മണമാണോ, വെറും മണമാണോ, അതോ ഗ്യാസ് ആണോ ലീക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു വ്യക്തത ഇപ്പോഴും പ്രദേശവാസികൾക്ക് വന്നിട്ടില്ല. സംഭവം കുന്നംകുളം ചൊവ്വന്നൂരിലാണ്. ചൊവ്വന്നൂരിൽ പ്രവർത്തിക്കുന്ന അദാനി സിറ്റി ഗ്യാസ് പദ്ധതിയുടെ മീറ്റർ റെഗുലേറ്റർ സ്റ്റേഷന് സമീപത്താണ്. അവിടെയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലൊരു ആശങ്ക ഉള്ളത്. ഈ റെഗുലേറ്റർ സ്റ്റേഷന്റെ 300 മീറ്റർ ചുറ്റലുള്ള ആളുകൾക്ക് ഗ്യാസിന്റെ മണം വലിയ രീതിയിൽ ഇന്ന് രാത്രി 8 മണി മുതൽ രൂക്ഷഗന്ധമാണ് അനുഭവപ്പെടുന്നത് എന്നാണ് ഇവർ പറയുന്നത്. നേരത്തെയും സമാന രീതിയിൽ ഇത്രയ്ക്കധികം രൂക്ഷമായില്ലെങ്കിൽ കൂടി ഗ്യാസിന്റെ ഒരു മണം അവിടെ സ്ഥിരമായി ഉണ്ട് എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 3 വർഷമായി ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഈ റെഗുലേറ്റർ സ്റ്റേഷൻ ആരംഭിച്ചത്. ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടേക്ക് എത്തി. ഇവിടെ നിന്നും സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി ഗ്യാസ് സ്പ്ലിറ്റ് ചെയ്ത് വിടുന്ന ഒരു സംവിധാനമാണ് ഈ റെഗുലേറ്റർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ വലിയ ഗന്ധം വരുന്നത്. നാട്ടുകാർ ആകെ പരിഭ്രാന്തിയിലാണ്. ശ്വാസമുട്ട് ഉൾപ്പെടെ നാട്ടുകാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഹൃദ്രോഗികൾ ഉൾപ്പെടെ പ്രദേശത്തുണ്ട്. അവർക്ക് വലിയ കടുത്ത ബുദ്ധിമുട്ടാണ് ഈ മണം കൊണ്ടുണ്ടാകുന്നത്. ഇത് മണമാണോ അതോ യഥാർത്ഥ ഗ്യാസ് ആണോ ലീക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ആശങ്കയാണ് ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ നിറയെ ഉള്ളത്. ഇതനുസരിച്ചാണ് ഈ മണം വന്നതോടെയാണ് ഫയർഫോഴ്സിനെ ബന്ധപ്പെട്ടത്. കുന്നംകുളം ഫയർഫോഴ്സ് എത്തി പ്രദേശത്തെ വൈദ്യുതി ബന്ധമൊക്കെ ഇപ്പോൾ വിച്ഛേദിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഉദ്യോഗസ്ഥർ, ഈ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ, ഈ റെഗുലേറ്റർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തി ഗ്യാസ് ലീക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം പ്രദേശവാസികളോട് പറയുന്നുണ്ട്. ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ട്. കൃത്യമായി അവിടെ അലാറാം ഉണ്ട്, അലാറാം പ്രവർത്തിക്കും. പക്ഷെ ഇതൊന്നും പ്രദേശവാസികൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഇത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു മെഷീൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് പ്രദേശവാസികളോട് ആരായതുണ്ട്. അത്തരത്തിലൊരു മെഷീൻ നിലവിൽ അവിടെ ഇല്ല. തൃശ്ശൂരിൽ നിന്ന് എത്തിക്കണം, ഒരു ആൾ ആ മെഷീനുമായി എത്തുമെന്നുള്ളൊരു കാര്യമൊക്കെ പ്രദേശവാസികളോട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലിയ ആശങ്ക, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഗ്യാസ് ആണോ അതോ ഗ്യാസിൽ ചേർക്കുന്ന മണം മാത്രമാണോ ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്നുള്ള ആശങ്ക എന്തായാലും പ്രദേശത്ത് കടുത്ത ഒരു ആശങ്ക എല്ലാവരിലും ഉണ്ട്. പ്രത്യേകിച്ച് പ്രദേശവാസികൾ സൂചിപ്പിച്ചപ്പോൾ മഞ്ഞുകാലമാണ്, അന്തരീക്ഷത്തിൽ മഞ്ഞ് വ്യാപിച്ച് നിൽക്കുന്ന സമയമായതിനാൽ ഈ ഗ്യാസിന്റെ മണം മുകളിലേക്ക് പോകാതെ പ്രദേശത്ത് തങ്ങി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് വലിയ രീതിയിലുള്ള മണം അവർക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് അവർ പറയുന്നത്. സാധാരണ ചൂടുകാലത്തും മറ്റ് കാറ്റുകാലത്തും ഒന്നും ഇത്രയ്ക്ക് അധികം ഒരു മണം അവർക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. മഞ്ഞുകാലം ആയതോടെയാണ് കടുത്ത മണം വന്നത്. അത് എടുത്തു പറയേണ്ടത് ഇന്ന് രാത്രി 8 മണിക്ക് ശേഷം രൂക്ഷഗന്ധം അനുഭവപ്പെടുകയാണ് ഉണ്ടായത്. അതോടെയാണ് ഇവർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി പ്രദേശത്തെ ഈ വൈദ്യുത ബന്ധമൊക്കെ ഇപ്പോൾ വിച്ഛേദിച്ച് നിർത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് ഗ്യാസ് ആണോ ഗ്യാസിന്റെ മണമാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആ പ്രദേശവാസികളെ സ്ഥിരീകരിക്കാൻ ആ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് ആയിട്ടില്ല എന്നതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. രേണുക.
ശരി അനീഷ്, എന്തായാലും കുന്നംകുളം ചൊവ്വന്നൂരിൽ പാചകവാതകം ചോർന്നെന്ന സംശയം. ചൊവ്വന്നൂരിൽ പ്രവർത്തിക്കുന്ന അദാനി ഗ്യാസ് പദ്ധതിയുടെ മീറ്റർ റെഗുലേറ്റർ സ്റ്റേഷനിൽ നിന്നാണ് പാചകവാതകത്തിന്റെ രൂക്ഷഗന്ധം ഇപ്പോൾ പ്രദേശത്ത് ഉയരുന്നത്. എന്തായാലും പ്രദേശവാസികൾ പരിഭ്രാന്തരായിരിക്കുകയാണ്. എന്തായാലും പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആശങ്കാജനകമില്ല എന്ന രീതിയിൽ തന്നെയാണ് പോലീസും ഫയർഫോഴ്സും പറയുന്നത്. പക്ഷേ പ്രദേശവാസികൾ ഏറെ പരിഭ്രാന്തരാണ്. ശ്വാസമുട്ടൽ പോലെയുള്ള ചില തടസ്സങ്ങൾ അവർക്കും അനുഭവപ്പെടുന്നതായി പറയുന്നുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചത് അനീഷ് ആന്റണിയാണ്.